അതെന്താ നിങ്ങൾ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോയത്? അന്നത്തെ മാനസികാവസ്ഥയിൽ ഞാൻ മറ്റെവിടെ പോകാനാണ്? പിന്നെ ജോസ് അവിടെ കാണുമെന്ന് പറഞ്ഞായിരുന്നു. എന്താ തിരികെ വന്നതെന്ന് ജോസ് ചോദിച്ചില്ലേ? ഞാൻ ചെല്ലുമ്പോ ജോസ് അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായി വീടും സ്ഥലവും ഉണ്ടല്ലോ, അമ്മയുടെ ഭാഗത്തിൽ കിട്ടിയത്. ആൾതാമസമില്ലാതെ ആ വീടാകെ നാശമായി. അമ്മയുടെ മരണശേഷം എന്റെ താമസവും പഠനവും ഒക്കെ ഒരു അനാഥാലയത്തിലായിരുന്നു, സെന്റ് ജോസഫ്സ് ഓർഫനേജ്. അവിടുത്തെ റെക്ടറച്ചന് പിന്നീട് എന്നെ സംരക്ഷിച്ചത്, ഫാദർ ഗബ്രിയേൽ. ഒരു ശാപം പിടിച്ച ജന്മമാണ് മോഹന്റേത്. എന്തിനാണ് ഈ ക്രൂരത ദൈവനോട് കാട്ടുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. 12 വയസ്സുള്ളപ്പോഴാണ് അവൻ എൻ്റെ കയ്യിൽ വരുന്നത്. പഠിക്കാൻ മിടുക്കനായിരുന്നു. ഹൈ ഡിസ്റ്റിങ്ഷനോട് കൂടിയാണ് അവൻ SSLC പാസ്സായത്. എനിക്ക് പരിചയമുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ സ്പോൺസർഷിപ്പിന്റെ സഹായത്തോടെ അവനെ നല്ലൊരു കോളേജ് ചേർത്തു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവൻ്റെ പഠിത്തം നിന്നു. കാരണം ഒരു വഴക്ക് സ്പോൺസറിന്റെ മകനുമായി. മോഹൻ കോളേജിൽ നിന്ന് പുറത്തായി. എന്തിനായിരുന്നു വഴക്ക്? അവന്റെ ജീവിതത്തിലെ എല്ലാ വഴക്കും ഒരു കാരണത്തെ ചൊല്ലിയായിരുന്നു, അവന്റെ പിതൃത്വം. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവനിൽ വല്ലാത്തൊരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരോട് ഒരിക്കലും ക്ഷമിക്കാൻ അവന് സാധിച്ചിട്ടില്ല. അവനൊരു മാറ്റം ആഗ്രഹിക്കുന്നതായി എനിക്ക് തോന്നി. അവനെ ഞാനൊരു കൗൺസിലിങ്ങിന് അയച്ചു. അതിനുശേഷം അവനൊരു വലിയ മാറ്റങ്ങളുണ്ടായി. പോസ്റ്റ് ഗ്രാജുവേഷൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ഒരു കോളേജിൽ വിസിറ്റിംഗ് ലെക്ചറായി ജോലി കിട്ടി. ഇതിനിടയിൽ അവൻ എങ്ങനെയോ രാഷ്ട്രീയത്തിൽ ചെന്ന് ചാടി. ഇങ്ങോട്ടുള്ള വരവൊക്കെ കുറഞ്ഞു. അച്ഛൻ എന്നാണ് മോഹനെ അവസാനമായി കണ്ടത്? മിനിഞ്ഞാന്ന്. ഞാൻ ജയിലിൽ പോയിരുന്നു. മോഹൻ എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അച്ഛനൊന്നും ചോദിച്ചില്ലേ? എന്തോ ഒരു ഭയം അവന്റെ കണ്ണുകളിൽ കണ്ടു. അതെന്താണെന്ന് ചോദിച്ചില്ലേ? ദാറ്റ് വാസ് യു. മിസ്റ്റർ ശ്യാമിനെയാണോ അവൻ ഭയക്കുന്നത്? ഓക്കെ, താങ്ക് യു ഫാദർ. ഗോഡ് ബ്ലെസ് യു. ശ്യാം, യെസ് ഫാദർ. ഞാൻ മോഹന് വേണ്ടി വാദിക്കല്ല, എന്നാലും പറയുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അച്ഛൻ ചെയ്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. പക്ഷെ മോഹനെ പോലെ ജീവിതകാലം മുഴുവൻ സമൂഹത്തിന് മുമ്പിൽ അപഹാസ്യനെ ജീവിക്കേണ്ട ഗതികേട് ശ്യാമിനുണ്ടായിട്ടില്ല. ആ അവസ്ഥ ഭീകരാണ്. അതനുഭവിച്ചവർക്ക് അറിയൂ. അതുകൊണ്ട് മോഹൻ നിരപരാധിയാണെങ്കിൽ ഈ സമൂഹം ചെയ്ത ക്രൂരത ശ്യാം ആവർത്തിക്കരുത്. അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു അവൻ. രശ്മി മോഹനെ ഇഷ്ടപ്പെടാൻ കാരണം? എനിക്കറിയില്ല സാർ. സാർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോഹനേട്ടന്റെ വ്യക്തിത്വമാണ് രശ്മി ആകർഷിച്ചത്. എന്ത് വ്യക്തിത്വം? തന്തയില്ലാത്തവൻ എന്ത് വ്യക്തിത്വ സാറേ? കറക്റ്റ്. കുടുംബത്തിൽ പറക്കണമെന്ന് പഴമക്കാർ പറയുന്നതിനും കാര്യമുണ്ട്. തന്തയില്ലാത്തവൻ എത്രയായാലും ഇതിന്റെ ഗുണം കാണിക്കും. വെരി കറക്റ്റ്. സാറിനറിയോ, കല്യാണ ശേഷം ഒരു ചെറ്റക്കുടിലേക്ക് അവൻ എന്റെ മോളെ കൊണ്ട് കയറാൻ തുടങ്ങിയത്. ഇവിടെ താമസിച്ചോളം പറഞ്ഞതാ. അതെങ്ങനെയാ? വലിയ അഭിമാനിയല്ലേ? ഒടുവിൽ എന്റെ ഒരു സുഹൃത്തിന്റെ പരിചയത്തിലുള്ള നല്ലൊരു വീട് ചെറിയൊരു വാടകയ്ക്ക് ഞാൻ സംഘടിപ്പിച്ചു കൊടുത്തു. എത്രയായാലും എന്റെ മോള് കഷ്ടപ്പെടുന്ന എനിക്ക് സഹിക്കുവോ? രശ്മി ഒറ്റ മോളാണല്ലേ? അതെ. വേറെ കുട്ടികൾ, ഐ മീൻ ആൺകുട്ടികൾ? ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ സർ. അതിനെ അവൻ, ഞങ്ങൾ ഇനി ആർക്കു വേണ്ടി ജീവിക്കണം? അകത്തെ മുറിയില് കരഞ്ഞു തളർന്നത് സ്ത്രീ കിടപ്പുണ്ട്, എന്റെ ഭാര്യ. അവളുടെ കണ്ണീരിന് വിലയുണ്ടെങ്കിൽ അവൻ അനുഭവിക്കാതെ പോവില്ല. സാറൊന്നും വിചാരിക്കരുത്. രശ്മിയുടെ കാര്യം പറയുമ്പോഴൊക്കെ അമ്മാവൻ ഇങ്ങനെ. സാറിന് എന്താ അറിയേണ്ടത് ഞാൻ പറയാം. നിങ്ങൾ? ഞാൻ സുരേഷ്, രശ്മിയുടെ കസിൻ ബ്രദറാ. രശ്മിയുടെ അച്ഛന്റെ പെങ്ങളുടെ മകനാ. എന്ത് ചെയ്യുന്നു? ഞാനിങ്ങനെ ബിസിനസ്സിൽ അമ്മാവനൊക്കെ സഹായിച്ച്. ഓ, എർത്താണല്ലേ? സുരേഷ് രാഷ്ട്രീയത്തിലുണ്ടോ? ഇല്ലാതില്ല, അമ്മാവന്റെ രാഷ്ട്രീയത്തിലും താൻ സഹായിക്കാറുണ്ട്. അപ്പൊ താനൊരു ഓൾ ഇൻ ഓൾ എർത്താണല്ലോടോ? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല? അല്ല, രശ്മിയുടെ മരണശേഷം അമ്മാവനെ ആവശ്യപ്പെട്ടതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നോക്കി നടത്താൻ ഒരു ഡമ്മി വേണമല്ലോ, അല്ലേടോ? ഈ രശ്മി ആളെങ്ങനെയാ? ഐ മീൻ അവരുടെ ഒരു നേച്ചർ? ബേസിക്കലി ആള് പാവമാണ്.
പക്ഷേ പെട്ടെന്ന് ഇണങ്ങുന്ന പ്രകൃതക്കാരിയല്ല. രശ്മിയുടെ വിവാഹം വാസ് ഇറ്റ് ആൻ അറേഞ്ച് മാരേജ്? അതൊരു അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് വേണമെങ്കിൽ പറയാം സാർ. രശ്മി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മോഹൻകുമാർ അവിടെ ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്യായിരുന്നു. അവര് തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും ഒരു പ്രണയമായി വളർന്നിരുന്നില്ല. പിന്നീട് മോഹന്റെ പ്രപ്പോസൽ വന്നപ്പോൾ രശ്മി മോഹന് വേണ്ടി വാദിച്ചു. അത് കണ്ടപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. പ്രഭാകരൻ തമ്പിക്ക് ഈ വിവാഹത്തിനോട് എതിർപ്പായിരുന്നു? ആയിരുന്നു. കാരണം കൃത്യമായി അറിയില്ല. നാടിനെ കൊള്ളാവുന്നവനെ വീടിനെ കൊള്ളില്ല എന്ന് അമ്മാവൻ പറയാറുണ്ടായിരുന്നു. മാത്രമല്ല മോഹൻകുമാറിന്റെ പിതൃത്വം അമ്മാവന് വലിയ ഇഷ്യൂ ആയിരുന്നു. അത് അമ്മാവൻ അദ്ദേഹത്തിന്റെ മുഖത്തോക്കി പറഞ്ഞിട്ടുമുണ്ട്. ഇതാണ് സർ രശ്മി ഉപയോഗിച്ചിരുന്ന മുറി. ഇപ്പോഴീ മുറി ആരാ ഉപയോഗിക്കുന്നത്? സ്ഥിരമായി ആരും ഉപയോഗിക്കുന്നില്ല. ആരെങ്കിലും ഉപയോഗിക്കണം, ഇല്ലേ പൊടി പിടിക്കും. വളരെ റിസർവ്ഡ് ആയിരുന്ന രശ്മി ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് രശ്മിയുടെ പേരൻസിന് ഒരു ഷോക്കായിരുന്നു. ആയിരുന്നു സർ. സുരേഷിനോ? അല്ലായിരുന്നു. വൈ? രശ്മിക്ക് രാഷ്ട്രീയത്തിൽ വളരെ താല്പര്യമായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. രാഷ്ട്രീയത്തിൽ നല്ല അറിവുണ്ടായിരുന്നു. മന്ത്രിമാർ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അതൊക്കെ രശ്മി ഒത്തിരി ആകർഷിച്ചിരുന്നു. പക്ഷേ മോഹൻകുമാർ മന്ത്രി MLA ഒന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ ആകുമെന്ന് രശ്മിക്ക് ഉറപ്പായിരുന്നു. പ്രഭാകരൻ തമ്പിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ശക്തിയായി എതിർത്തു. പ്രപ്പോസലുമായി വന്നത് മോഹൻകുമാറിന്റെ സുഹൃത്ത് കുമ്പളം ജോസ് ആയിരുന്നു. അന്ന് രശ്മി ഇവിടെ ഇല്ലായിരുന്നു. അമ്മാവൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയച്ചു. പിന്നീട് രശ്മി അത് അറിഞ്ഞപ്പോ ഇവിടെ ഒരു വഴക്കുണ്ടായി. എനിക്ക് എന്ത് ചെയ്യാനാകും? അമ്മാവനാ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചത്. എങ്കിലും എന്നോട് പറയേണ്ട ഒരു മര്യാദയില്ലേ? ഉടനെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞോണ്ട്. പക്ഷെ ഈ പ്രപ്പോസലിൽ എനിക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് താല്പര്യമില്ല. ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ അല്ല, മറിച്ച് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെയാണ് നിനക്ക് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എനിക്കത് വേണ്ടെങ്കിലോ? എന്താ രശ്മി ഇത്? അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? മോളെ, ഈ രാഷ്ട്രീയക്കാരുടെ കുടുംബജീവിതത്തെ കുറിച്ച് നിനക്കറിയില്ല. ഒന്നാമതായി അവരുടെ പ്രൊഫഷണൽ സ്ഥിരതയില്ല. വീട്ടിലുള്ള സമയം വളരെ കുറവായിരിക്കും. അതുമാത്രമല്ല, കിട്ടിയ സീറ്റ് വല്ലവനും കൊടുത്ത് ആദർശവും പറഞ്ഞ് നടക്കുന്നവനാ മോഹൻ. അങ്ങനെയുള്ളവന്റെ വീട്ടിൽ ദാരിദ്ര്യം തീരില്ല. ഇതെല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ? എങ്കിലും നിന്നെ അവനെ കൊണ്ട് കെട്ടിക്കില്ല. ഞാൻ പ്രായപൂർത്തിയായ പെൺകുട്ടിയാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.